Good morning. Today going to talk about inspection. Meaning of inspection. Operation management 15th unit ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് inspection. Inspection is a function of quality control. It is art of comparing the quality material product or performance with the standard fixed. ഇൻസ്പെക്ഷൻ എന്ന് പറഞ്ഞാൽ ഒരു ക്വാളിറ്റി കൺട്രോൾ ടെക്നിക്കാണ്. ആർട്ട് ഓഫ് കമ്പയറിങ് ക്വാളിറ്റി മെറ്റീരിയലും പ്രൊഡക്റ്റ് ഓർ പെർഫോമൻസ് വിത്ത് സ്റ്റാൻഡേർഡുമായിട്ട് സ്റ്റാൻഡേർഡ് ഫിക്സ് ചെയ്തതും നമ്മൾ മെറ്റീരിയൽ പ്രൊഡ്യൂസ് ചെയ്തതും തമ്മിൽ കമ്പയർ ചെയ്യുക. അതിൽ ക്വാളിറ്റി എങ്ങനെയുണ്ട് എന്നുള്ളത് കമ്പയർ ചെയ്യുക. ദാറ്റ് ഈസ് ഇൻസ്പെക്ഷൻ ഫൈൻഡ് ഔട്ട് വെദർ ദ പ്രൊഡക്റ്റ് മാനുഫാക്ചർ ആസ് പെർ സ്പെസിഫിക്കേഷൻ. ഇൻസ്പെക്ഷനിൽ നമ്മൾ കണ്ടുപിടിക്കുന്നത് പ്രൊഡക്റ്റ് നമ്മൾ സ്പെസിഫൈ ചെയ്തതുപോലെയാണോ മാനുഫാക്ചർ ചെയ്തിട്ടുള്ളത്. ഇൻസ്പെക്ഷൻ റിജക്ട് ദ ബാഡ് പ്രൊഡക്റ്റ് ആൻഡ് ആക്സെപ്റ്റ് ദ ഗുഡ് പ്രൊഡക്റ്റ്. ഇനി ഒബ്ജക്റ്റീവ്സ് ഓഫ് ഇൻസ്പെക്ഷൻ ടു ഫൈൻഡ് ഔട്ട് ദ റിമൂവ് ദ ഫാൾട്ടി മെറ്റീരിയൽ ബിഫോർ ഇറ്റ്സ് മെഷീൻഡ്. മെഷീനിൽ ചെയ്യുന്നതിനേക്കാൾ മുമ്പ് ഈ ഇൻകമിങ് മെറ്റീരിയലൊക്കെ ആണെങ്കിൽ അതിന് മുന്നേ തന്നെ അത് റിമൂവ് ചെയ്യുക. അവോയ്ഡ് വേസ്റ്റേജ് ഓഫ് മെറ്റീരിയൽ കുറയ്ക്കാൻ നോക്കുക. ടു റിമൂവ് ഡിഫക്റ്റീവ് പ്രൊഡക്റ്റ് ആസ് സൂൺ ആസ് ഡിഫക്റ്റ് ഒക്കേഴ്സ്. ആ ഡിഫക്റ്റ് ഉണ്ടായ സമയത്ത് തന്നെ, അതായത് മാനുഫാക്ചറിങ് പ്രോസസ്സ് നടന്നുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിലാണ് ഡിഫക്റ്റ് വരുന്നത് വെച്ചാൽ ഡിഫക്റ്റ് ഉള്ള ഐറ്റംസ് ആദ്യം തന്നെ അവിടെ നിന്ന് മാറ്റുക. ടു ഡിസ്കവർ ദ ഡിഫക്റ്റ് ഫോർ കറക്റ്റ് ആക്ഷൻ ബിഫോർ ദേ ബിക്കം സീരിയസ് ആവുന്നതിന് മുമ്പ് തന്നെ ആക്ഷൻ എടുക്കുക. ടു എൻഷുർ ദ ഡിഫക്റ്റീവ് പ്രൊഡക്റ്റ് ഡു നോട്ട് റീച്ച് ദ കസ്റ്റമർ. ഒരിക്കലും ഡിഫക്റ്റീവ് ആയിട്ടുള്ള പ്രൊഡക്റ്റുകൾ കസ്റ്റമേഴ്സിൻ്റെ ഇടയിൽ എത്താനായിട്ട് പാടില്ല. ടു ഏൺ ഗുഡ് വിൽ ഓഫ് ദ കസ്റ്റമർ. ഒരിക്കലും ഡാമേജ്ഡ് ആയിട്ടുള്ള പ്രൊഡക്റ്റുകൾ എത്താതിരിക്കുമ്പോൾ മാത്രമാണ് കസ്റ്റമേഴ്സിൻ്റെ ഇടയിൽ ഗുഡ് ഇംപ്രഷൻ ഉണ്ടാവുകയുള്ളൂ. ടു എൻഷുർ പ്രോപ്പർ ഫംഗ്ഷനിങ് ഓഫ് അസംബിൾഡ് പ്രൊഡക്റ്റ്. അസംബിൾഡ് ആയിട്ടുള്ള പ്രൊഡക്റ്റുകളൊക്കെ അസംബിൾ ചെയ്യുമ്പോഴാണ് പ്രോബ്ലംസ് കൂടുതൽ ഉണ്ടാവാനായിട്ടുള്ള സാധ്യത. അപ്പോൾ പല പ്രൊഡക്റ്റുകൾ അസംബിൾ ചെയ്യുമ്പോൾ അതൊക്കെ പ്രോപ്പർ ഫംഗ്ഷൻ ചെയ്യേണ്ടത് എന്നുള്ളത് എൻഷുർ ചെയ്യുക. എൻഷുർ ദ സേഫ് വർക്കിംഗ് ഓഫ് ദ പ്രൊഡക്റ്റ്. സേഫ് വർക്കിംഗ് പ്രൊഡക്റ്റൊക്കെ സേഫ് വർക്കിംഗ് ആണോ എന്ന് എൻഷുർ ചെയ്യുക. ലൊക്കേറ്റ് ഡിഫക്റ്റ് ഇൻ പ്രൊഡക്റ്റ് ഡിസൈൻ. പ്രൊഡക്റ്റ് ഡിസൈനിലുള്ള ഡിഫക്റ്റുകൾ കണ്ടുപിടിക്കുക. ഇനി ഇൻസ്പെക്ഷനും ക്വാളിറ്റി കൺട്രോളും തമ്മിൽ ഡിഫറൻസ് ഉണ്ട്. ഇൻസ്പെക്ഷൻ എന്ന് പറഞ്ഞാൽ ഫംഗ്ഷൻ ഓഫ് ക്വാളിറ്റി കൺട്രോൾ. ക്വാളിറ്റി കൺട്രോളിൻ്റെ ഒരു ഭാഗം മാത്രമാണ് ഇൻസ്പെക്ഷൻ. ക്വാളിറ്റി കൺട്രോളിന് പല ടെക്നിക്കുകളും ഉപയോഗിക്കുന്നുണ്ട്. ഇറ്റ് ഈസ് എ സിസ്റ്റം ഓഫ് ഇൻറ്റഗ്രേറ്റിംഗ് ക്വാളിറ്റി ഡെവലപ്മെൻറ്റ്, ക്വാളിറ്റി മെയിൻ്റനൻസ് ആൻഡ് ക്വാളിറ്റി ഇംപ്രൂവ്മെൻറ്റ്. ഇതാണ് ക്വാളിറ്റി കൺട്രോളിൽ നമ്മൾ ചെയ്യുന്നത്. ഡെവലപ്പ് ചെയ്യുക, നമ്മളുള്ള ക്വാളിറ്റികൾ, നമ്മൾ പ്രൊഡക്റ്റിനുള്ള ക്വാളിറ്റികളും കൂടുതൽ ഇമ്പ്രൂവ് ചെയ്യുക, അതൊക്കെയാണ് ക്വാളിറ്റി കൺട്രോളിൽ ചെയ്യുന്നത്. ടു ഫൈൻഡ് ഔട്ട് വെദർ ദ പ്രൊഡക്റ്റ് മാനുഫാക്ചർ ആർ ആക്സെപ്റ്റബിൾ ഓർ നോട്ട്. നമ്മൾ മാനുഫാക്ചർ ചെയ്ത പ്രൊഡക്റ്റ് ആക്സെപ്റ്റബിൾ ഓർ നോട്ട് ആണോ, ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റുമോ അല്ലെങ്കിൽ റിജക്റ്റ് ചെയ്യണോ എന്നുള്ളത് നോക്കുന്നതാണ് ഇൻസ്പെക്ഷനിൽ ചെയ്യുന്നത്. ഇറ്റ് എയിംസ് അറ്റ് പ്രൊഡക്ഷൻ ഓഫ് ക്വാളിറ്റി പ്രൊഡക്റ്റ്. ഇവിടെ ക്വാളിറ്റി കൺട്രോളിൽ നമ്മൾ ചെയ്യുന്നത് ക്വാളിറ്റി ഉള്ള പ്രൊഡക്റ്റുകൾ മാത്രം പ്രൊഡ്യൂസ് ചെയ്യുക എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. ഇറ്റ് ഈസ് കൺസേൺഡ് വിത്ത് ദ ഡിറ്റക്ഷൻ ഓഫ് ഡിഫക്റ്റ് ഓഫ് പ്രൊഡക്റ്റ് ഓൾറെഡി മെയ്ഡ്. ഇതിൽ നമ്മൾ ഡിഫക്റ്റ് ആയിട്ടുള്ള പ്രൊഡക്റ്റുകൾ ആദ്യം തന്നെ കണ്ടുപിടിക്കുകയാണ്. ഇറ്റ് ഈസ് കൺസേൺഡ് വിത്ത് പ്രിവെൻഷൻ ഓഫ് ഡിഫക്റ്റ്. ഇവിടെ ക്വാളിറ്റി കൺട്രോൾ നമ്മൾ ചെയ്യുന്നത് പ്രിവെൻറ്റ് ചെയ്യാണ്. ഡിഫക്റ്റ് ഇല്ലാതെ പ്രൊഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യാനുള്ള വഴികളാണ് നോക്കുന്നത്, പ്രിവെൻഷനാണ്. ഇറ്റ് ഡസ് നോട്ട് ഡീൽ വിത്ത് എനി കറക്റ്റീവ് ആക്ഷൻ. ഇതിൽ കറക്റ്റീവ് ആക്ഷൻ ഒന്നും എടുക്കുന്നില്ല. ഇറ്റ് ഫൈൻഡ് ഔട്ട് ദ കോസ് ഓഫ് പുവർ ക്വാളിറ്റി, ഇറ്റ് ടേക്സ് സ്യൂട്ടബിൾ കറക്റ്റീവ് ആക്ഷൻ. ഇവിടെ നമ്മൾ ക്വാളിറ്റി കൺട്രോളിൽ എന്തുകൊണ്ടാണ് ഇങ്ങനെ പുവർ ക്വാളിറ്റി വന്നത്, അതിനുള്ള കറക്റ്റീവായിട്ടുള്ള സ്യൂട്ടബിൾ ആക്ഷൻസ് എടുക്കുക. അത് ക്വാളിറ്റി കൺട്രോളിലാണ് ചെയ്യുന്നത്. ഇറ്റ് ഡസ് നോട്ട് കൺട്രോൾ പ്രൊഡക്ഷൻ പ്രോസസ്സ്. ഇൻസ്പെക്ഷൻ ഒരിക്കലും കൺട്രോൾ പ്രൊഡക്ഷൻ പ്രോസസ്സിനെ കൺട്രോൾ ചെയ്യുന്നില്ല. ഇവിടെ നമ്മൾ കൺട്രോൾ പ്രൊഡക്ഷൻ പ്രോസസ്സ് മെയിനായിട്ട് അവിടെ ചെയ്യുന്നത് പ്രൊഡക്ഷൻ പ്രോസസ്സിനെ കൺട്രോൾ ചെയ്യുക, ഗുഡ് പ്രൊഡക്റ്റ് മാത്രം പ്രൊഡ്യൂസ് ചെയ്യുക, ക്വാളിറ്റേറ്റീവായിട്ടുള്ള പ്രൊഡക്റ്റ് മാത്രം പ്രൊഡ്യൂസ് ചെയ്യുക എന്നുള്ളതാണ് ക്വാളിറ്റി കൺട്രോളിൽ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, താങ്ക് യു.